ഈ മന്ത്രം ജപിക്കുന്നതിന് പ്രത്യേക വിധികളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോഴും എവിടെ വച്ചും ഈ മന്ത്രം ജപിക്കാം. ഓം നാമപ്രചരണാചാര്യം ലോകാനുഗ്രഹകാതരം രാധാകൃഷ്ണപ്രിയം വന്ദേ അഭേദാനന്ദസദ്ഗുരും. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന സ്തം നമാമി ഹരിം വരം. കലിസന്ധരണ ഉപനിഷത്ത് എന്നൊരു ചെറിയ ഉപനിഷത്തുണ്ട്. ആ ഉപനിഷത്തിലെ മന്ത്രമാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗങ്ങളാണുള്ളത്. അപ്പോൾ ഇത് കൃതയുഗത്തിൽ ധ്യാനം, ത്രേതായുഗത്തിൽ യജ്ഞം, ദ്വാപരയുഗത്തിൽ പൂജാകർമ്മങ്ങളാണ്, കലിയുഗത്തിൽ നാമസങ്കീർത്തനമാണ് പ്രധാനം. അപ്പോൾ കലികാലത്ത് വന്ന് ജനിക്കുന്ന ആൾക്കാർ ഭാഗ്യമുള്ളവരെന്ന് പറയും. കാരണം ഈ നാമം ജപിച്ചാൽ മാത്രം മതി. മറ്റുള്ള യുഗങ്ങളിൽ കഠിനമായി തപസ്സും യജ്ഞങ്ങളുമൊക്കെ ചെയ്ത് നേടിയ കാര്യങ്ങൾ ഈ കലികാലത്ത് നാമസങ്കീർത്തനം കൊണ്ട് നമുക്ക് ലഭിക്കും. ഈ നാമജപം പ്രചരിപ്പിച്ചത് അഭേദാനന്ദ സ്വാമികളാണ്. നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും, ഇപ്പോൾ തിരുവനന്തപുരത്തും നെയ്യാറ്റിൻകരയും 2 ആശ്രമങ്ങളിൽ 24 മണിക്കൂറും ഈ മഹാമന്ത്ര ജപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ത്രം ജപിക്കുന്നതിന് പ്രത്യേക വിധികളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോഴും എവിടെ വച്ചും ഈ മന്ത്രം ജപിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റുള്ള പല മന്ത്രങ്ങളും അതിന് ചില വിധികളൊക്കെ ഉണ്ട്. ആ വിധി അനുസരിച്ച് ആ മന്ത്രം ജപിക്കാവൂ. ഇതിന് പ്രത്യേക വിധികളൊന്നുമില്ല. ആർക്കും എവിടെ വച്ചും ജപിക്കാമെന്നുള്ള ഈ ഒരു മന്ത്രം. ഇപ്പം ആഹാരം പാകം ചെയ്യുമ്പോഴും ഈ മന്ത്രം ജപിക്കാമെന്നാണ് പറയുന്നത്. ആഹാരം പാകം ചെയ്യുമ്പോൾ ഈ മന്ത്രം ജപിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രസാദമായി തീരും. അപ്പോൾ മറ്റുള്ള ആൾക്കാർ ഈ പ്രസാദം കഴിക്കുമ്പോൾ അവരുടെ ദുഷ്സ്വഭാവങ്ങൾ പോലും മാറുമെന്നാണ് പറയുന്നത്. അങ്ങനെ പലർക്കും അനുഭവമുണ്ട്. ഒരു പൂന്താനവും പറഞ്ഞത് അങ്ങനെയാണ്. യുഗം 4 നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി ലഭിക്കുവാൻ എന്ന് അദ്ദേഹം പാടിയിട്ടുണ്ട്. ഗീതാവചനവുമുണ്ട്. ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് യജ്ഞാനാം ജപയജ്ഞോസ്മി, യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാകുന്നു എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നാമം ജപിക്കുന്നവർക്ക് കലി ബാധിക്കില്ല എന്നാണ് പറയുന്നത്. കലി ബാധിക്കില്ല അവർ. അത് ഭാവത്തോടു കൂടി ഈ മന്ത്രം ജപിക്കണമെന്നാണ്. ഭക്തിയോടും ഭാവത്തോടും കൂടി ഈ മഹാമന്ത്രം ജപിച്ചാൽ അവർക്ക് ഏതൊരുവിധ ദുഃഖങ്ങളും ഉണ്ടാകുകയില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. നാമം ജപിക്കുമ്പോൾ നമ്മളെ മനസ്സ് ശുദ്ധമാകും. ഭഗവാൻ പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് ഉള്ളത്. ആ ഭഗവാനെ നമുക്ക് ദർശിക്കണമെങ്കിൽ നമ്മളെ മനസ്സ് ശുദ്ധമാകും. മനസ്സ് ശുദ്ധമാകാനുള്ള ഏറ്റവും നല്ലൊരു ഉപായം എന്ന് പറയുന്നത് നാമജപമാണ്. നാമജപത്തിലൂടെ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. ശുദ്ധമാകുമ്പോൾ ഉള്ളിലുള്ള ഭഗവാന്റെ ആ ചൈതന്യം നമുക്ക് പ്രകാശിക്കും. ഇപ്പോൾ ഒരു ശില്പി ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഒരു ശില കൊണ്ടുവന്നിട്ട് അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിൽ നിന്ന് കൊത്തിക്കളയും. എന്നിട്ട് അതിനെ ഒരു രൂപമാക്കി, ഒരു ഭഗവാന്റെ രൂപം അതിൽ ആ ശില്പി കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മളിലുള്ള ഇല്ലാത്ത സാധനങ്ങളെല്ലാം കളഞ്ഞിട്ട് ശുദ്ധമായ ആ ചൈതന്യം പ്രകാശിക്കും നാമജപം കൊണ്ട്.